നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാരക മയക്കുമരുന്നുമായി യുവാവ് തൃപ്പയാറിൽ പിടിയിൽ. തൃശൂർ അതിരൂപതയുടെ 138ാം വാർഷികാഘോഷം കണ്ടശങ്കടവ് ഫൊറോന പള്ളിയിൽ ആഘോഷിച്ചു. മഴക്കാല മുന്നൊരുക്കം കയ്പമംഗലത്തെ യോഗം വിളിച്ചു ചേർത്തു. വാർത്തകൾ വിശദമായി. മാരക രാസലഹരിയായ MDMA-യുമായി യുവാവ് തൃപ്പയാറിൽ പിടിയിലായി. തൃപ്പയാർ പണിക്കവീട്ടിൽ മൻസൂർ ആണ് അറസ്റ്റിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് തൃപ്പയാർ ആൽമാവിന് സമീപത്ത് നിന്ന് ഇയാളെ പിടികൂടിയത്. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ മനോജ്, പ്രബിൻ എന്നിവരും ജില്ലാ ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് മൻസൂറിനെ അറസ്റ്റ് ചെയ്തത്. ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318 ക്ലോത്ത് ബാങ്ക് പ്രൊജക്ട് പ്രകാരം നാട്ടിക ലയൺസ് ക്ലബ്ബ് ശേഖരിച്ച വസ്ത്രങ്ങൾ തളിക്കുളം തൊഴിലുറപ്പ് ജീവനക്കാർക്ക് നൽകി. ചടങ്ങ് ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ ലയൺ പീതാംബരൻ രാരംഭത്ത് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് പവിത്രൻ ഇയാനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലയൺ അക്ബർ അലി കയ്യലാസ് പദ്ധതി വിശദീകരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് കുന്നത്ത്, EJ ബൈജു, CS ശശി, സുഷമ ശശി, വാടനപ്പള്ളി ലയൺസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് CB സുനിൽകുമാർ, സുഭാഷ് ചന്ദ്രൻ, തൊഴിലുറപ്പ് ജീവനക്കാരുടെ പ്രതിനിധി രാധിക എന്നിവർ നേതൃത്വം നൽകി. ലയൺസ് ക്ലബിന്റെ മൾട്ടിപ്പിൾ ലയൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് സാംസ്കാരിക പ്രവർത്തകനും തൃപ്പയാർ ടെമ്പിൾ സിറ്റി ചാർട്ടർ പ്രസിഡന്റുമായ RM സക്കറിയ അർഹനായി. വിദ്യാഭ്യാസ രംഗത്ത് ഭൗതിക സാഹചര്യമൊരുക്കൽ, ആരോഗ്യ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ ബോധവൽക്കരണം, സാംസ്കാരികം, പ്രസാദനം, ഭവനരഹിതർക്കായി പാർപ്പിടമൊരുക്കൽ തുടങ്ങിയ നിരവധി രംഗങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് സംസ്ഥാനത്തെ മികച്ച പ്രവർത്തകനുള്ള പുരസ്കാരം RM സക്കറിയയ്ക്ക് സമ്മാനിച്ചത്. എറണാകുളം ഗോകുലം കൺവെൻഷനിൽ നടന്ന സംസ്ഥാന കൺവെൻഷനിൽ ലയൺ ഇന്റർനാഷണൽ പാസ്റ്റ് ഡയറക്ടർ VP നന്ദകുമാർ പുരസ്കാരം സമ്മാനിച്ചു. ടോണി ഏനോക്കാരൻ അധ്യക്ഷനായിരുന്നു. പ്രസിഡന്റ്, സോൺ ചെയർമാൻ, റീജിയണൽ ചെയർമാൻ എന്നീ രംഗങ്ങളിലെ സേവനങ്ങൾക്ക് നിരവധി പുരസ്കാരങ്ങൾക്ക് RM സക്കറിയ നേരത്തെ അർഹനായിട്ടുണ്ട്. കാലവർഷം നേരത്തെ എത്തുമെന്നും തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ടെന്നുമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കയ്പമംഗലം മണ്ഡലത്തിലെ ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പുകളുടെയും യോഗം ET ടൈസൺ MLA വിളിച്ചു ചേർത്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ അടിയന്തരമായി സ്വീകരിക്കേണ്ട പ്രവൃത്തികളെക്കുറിച്ച് തീരുമാനമായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള ഡ്രൈനേജ് സംവിധാനങ്ങൾ, ഓടകൾ, കൈത്തോടുകൾ, കൾവർട്ടുകൾ, കനാലുകൾ, ചാലുകൾ, മറ്റു ജല നിർഗമന മാർഗങ്ങൾ എന്നിവയുടെ ശുചീകരണ പ്രവൃത്തി, മാലിന്യങ്ങൾ ഉറവിടത്തിൽ ശേഖരിക്കുന്നത് എന്നിവയിൽ വേണ്ട ശ്രദ്ധ ഉണ്ടാവണമെന്ന് ഗ്രാമപഞ്ചായത്തുകൾക്കും ഇറിഗേഷൻ വകുപ്പുകൾക്കും നിർദ്ദേശം നൽകി. കൂടാതെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും RRT വോളണ്ടിയർമാരെ വിളിച്ചുകൂട്ടുവാനും ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ആവശ്യമായ പരിശീലനങ്ങൾ നൽകുവാനും തീരുമാനമായി. കൂടാതെ അപകട സാധ്യതയുള്ള മരങ്ങൾ, മരങ്ങളുടെ ശിഖരങ്ങൾ എന്നിവ നീക്കം ചെയ്യും. ദുരിതാശ്വാസ ക്യാമ്പ് കെട്ടിടങ്ങൾ സജ്ജമാക്കി ഫിറ്റ്നസ് ഉറപ്പുവരുത്തും. പെരുന്തോട്, വലിയ തോട്, അറപ്പത്തോട് തുടങ്ങിയ ജലത്തിന്റെ സ്വാഭാവിക ഒഴുക്ക് ഉറപ്പാക്കും. ദേശീയപാതയിലെ വെള്ളക്കെട്ട് സാധ്യതയും യാത്രാ സുരക്ഷ ഉറപ്പാക്കുന്നതും സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാൻ പഞ്ചായത്ത് തലത്തിൽ സംയുക്ത യോഗം വിളിച്ചു ചേർക്കും. മതിലകം ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ നിഷ അജിതൻ, MS മോഹനൻ, സീനത്ത് ബഷീർ, വിനീത മോഹൻദാസ്, ശോഭന രവി, TK ചന്ദ്രബാബു, മതിലകം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഹഫ്സ ഒഫൂർ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്തോഷ് കോരുചാലിൽ, പെരിഞ്ഞനം ഹെൽത്ത് കമ്മ്യൂണിറ്റി സെന്റർ സൂപ്രണ്ട് ഡോക്ടർ സാനു M പരമേശ്വരൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് അന്തിക്കാട് സെന്ററിൽ സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് P തങ്കമണി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സ്വീകരണ സമ്മേളനം സുനിൽ ലാലൂർ ഉദ്ഘാടനം ചെയ്തു. എനിക്ക് തോന്നുന്നു കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾ പലതരത്തിലുള്ള ജാഥകൾ നമ്മൾ പലപ്പോഴായി കാണാറുണ്ടെങ്കിലും, പക്ഷേ ഒരു സ്ത്രീ നടത്തുന്ന യാത്രയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉണ്ടാകുന്ന യാത്രയല്ലാതെ എല്ലാ പഞ്ചായത്തുകളും തൊട്ടറിഞ്ഞുകൊണ്ട് പോകുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലെ ഈ സമയത്തെ തീരുമാനം എന്ന് പറയുന്നത് അത് ഒരിക്കലും നടക്കാൻ കഴിയാത്തൊരു തീരുമാനത്തെ അതിനെ ശ്രമകരമായി ഈ അന്തിക്കാട് വരെ എത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പ്രിയങ്കരിയായ കൂട്ടുകാരിക്ക് ഒരായിരം അഭിവാദ്യം നേരുകയാണ്.
രമ്യ ഹരിദാസ്, സുനിൽ അന്തിക്കാട്, സുബൈദ മുഹമ്മദ്, കെ.ബി. രാജീവ്, റസിയ ഹബീബ്, ഗൗരി ബാബു മോഹൻദാസ്, വി.കെ. മോഹനൻ, ഇ. രമേശൻ, വി.ബി. ലിബീഷ്, എൻ. ബാലഗോപാലൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, ശാന്ത സോളമൻ, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. 15 വാർഡുള്ളിടത്ത് 2 ഇപ്പോൾ നമ്മുടെ കോൺഗ്രസിന്റെ അംഗങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രദേശം ഉൾപ്പെടെ UDFന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മനസ്സുകൊണ്ട് ജനം തീരുമാനമെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾക്കൊക്കെ വഹിക്കാൻ കഴിയുന്ന പങ്ക് വളരെ വലുതാണ്. പൊതുപണിമുടക്കിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധ ദിനം ആചരിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടക്കുന്ന സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പ്രാദേശിക അടിസ്ഥാനത്തിൽ നടത്തിയ പ്രതിഷേധ ദിനാചരണം AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് PK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC മണലൂർ മേഖലാ സെക്രട്ടറി PK ചന്ദ്രൻ അധ്യക്ഷനായി. MK സദാനന്ദൻ, CF ആൻഡ്രൂസ്, സിജി മോഹൻദാസ്, KR അഭിരാജ്, KK ഹരിദാസ്, VG രാധാകൃഷ്ണൻ, KK സെൻ, ജനാർദ്ദനൻ മണ്ണുമ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് എടത്തിരുത്തിയിൽ സ്വീകരണം നൽകി. എടത്തിരുത്തി ബസാറിൽ നിന്ന് ആരംഭിച്ച യാത്ര യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ MP-യുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് CD ലിറ്റി അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആദരവ് മണ്ഡലം പ്രസിഡന്റ് CD ലിറ്റി, കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് KK രാജേന്ദ്രൻ എന്നിവർ ഏറ്റുവാങ്ങി. ജാഥയോടൊപ്പം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് T നിർമ്മല, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജയലക്ഷ്മി ദത്തൻ, സുബൈദ മുഹമ്മദ്, സെക്രട്ടറിമാരായ പുണ്യകുമാരി, രാജലക്ഷ്മി കുറുമാത്ത്, ട്രഷറർ പ്രേമ അനിൽകുമാർ, DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റുമാരായ ഡേവിസ് മാളിയേക്കൽ, സലീം പോക്കാക്കില്ലത്ത്, മുൻ എടത്തിരുത്തി മണ്ഡലം പ്രസിഡന്റ് ഇർഷാദ് വലിയകത്ത്, മുൻ പഞ്ചായത്ത് മെമ്പർ അമ്പിളി പ്രിൻസ് എന്നിവർ പങ്കെടുത്തു. വയലിനിൽ വിസ്മയം തീർത്ത ഗംഗ ശശിധരൻ. പെരിഞ്ഞനം വെസ്റ്റ് ജീവൻ ക്ലബിന്റെ കളിയിടം സമർപ്പണ ചടങ്ങിനോടനുബന്ധിച്ചാണ് ഗംഗയുടെ വയലിൻ ഫ്യൂഷൻ സംഘടിപ്പിച്ചത്. വേദികളിലും സോഷ്യൽ മീഡിയകളിലും താരമായ ഗംഗ 2 മണിക്കൂറോളം വയലിൻ മാന്ത്രികതയാൽ സംഗീതാസ്വാദകരെ വിസ്മയിപ്പിച്ചു. വയലിൻ ഫ്യൂഷൻ ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയത്. SNDP യോഗം കയ്പമംഗലം ദേവമംഗലം ശാഖയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും വിദ്യാഭ്യാസ അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ദേവമംഗലം ശാഖ ഗുരുമന്ദിര ഹാളിൽ നടന്ന ചടങ്ങിൽ SNDP യോഗം നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത ഉദ്ഘാടനം ചെയ്തു. ശാഖ വൈസ് പ്രസിഡന്റ് KR സത്യൻ അധ്യക്ഷത വഹിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ച് SIT ജയകുമാർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യൂണിയൻ വൈസ് പ്രസിഡന്റ് PV സുദീപ് കുമാർ, സെക്രട്ടറി മോഹൻ കണ്ണമ്പുള്ളി, വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു മനോജ്, ശാഖാ സെക്രട്ടറി TS പ്രദീപ്, CK രാമു, ഇന്ദിര രാജഗോപാൽ, കൈരളി വത്സൻ എന്നിവർ സംസാരിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ 21 പേർക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുമോദിച്ചു. ഡോക്ടറേറ്റ് നേടിയ ദിനി സജിനെയും സംസ്ഥാനതല യുവജന ബോക്സിംഗ് മത്സരത്തിൽ വെങ്കലം നേടിയ ശ്രീനന്ദയ്ക്കും മൊമന്റോകൾ നൽകി ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണവും നടത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. തൃപ്പയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VR വിജയൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി. കനത്ത നഷ്ടത്തിന്റെ ഓർമ്മ ദിനമാണ് മെയ് 21 രാജീവ് ഗാന്ധിയുടെ ധീര രക്തസാക്ഷിത്വ ദിനം. മഹത്തായ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നമ്മുടെ രാജ്യവും സമാധാനത്തോടെ സമചിത്തതയോടെ സമുചിതമായി ആചരിക്കുകയാണ്.
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, TV ഷൈൻ, KV സുകുമാരൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി PC ജയബാലൻ, ബാബു പനക്കൽ, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, PP രാജു, മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു. ഇടവേള. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. പുരോഗതിയുടെ നവകേരളം സാധ്യമാക്കി 2ാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികം. ഏപ്രിൽ 21 മുതൽ മെയ് 30 വരെ എന്റെ കേരളം. എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, വിവിധ വകുപ്പുകൾ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങൾ, അറിയേണ്ടതും ഉപകാരപ്രദവുമായ പദ്ധതികൾ എന്നിവയുൾപ്പെട്ട ഒരാഴ്ച വീതം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പ്രദർശന വിപണന ഭക്ഷ്യ കായിക മേളകൾ, 6 സംസ്ഥാനതല യോഗങ്ങൾ, വികസന പദ്ധതികൾ സംബന്ധിച്ച മേഖലാ അവലോകന യോഗങ്ങൾ, കലാപരിപാടികൾ, പൊതുജനങ്ങൾക്കായി മിഴിവ്, ഷോർട്ട് വീഡിയോ മത്സരം. ഒത്തുചേരാം നാടിന്റെ ആഘോഷത്തിനായി. പിണറായി വിജയൻ സർക്കാർ 10ാം വർഷത്തിലേക്ക്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. Geeta Ravi Public School, the joy of learning. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്.
ഇപ്പൊ ചോദ്യം മാറി. എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി? സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. വാർത്തകൾ തുടരുന്നു. കാരമക പൂത്രക്കാവ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം ചെയ്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷാജി കുറുപ്പത്ത് PV ഹരിദാസിന് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിച്ചു. സമിതി സെക്രട്ടറി PB വേണു, ട്രഷറർ സൂര്യനാരായണൻ K, പ്രേമൻ തുളുവത്ത്, KK സുബ്രൻ, അജിത ശ്രീനിവാസൻ, സുഷമ സുനിൽ, പരമേശ്വരൻ നമ്പീശൻ, രാഗിണി പുളിപ്പറമ്പിൽ, ജിതേഷ് വാലപ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. മെയ് 30 മുതൽ ജൂൺ 5 വരെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിക്കും. മെയ് 30 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 നടത്തുന്ന കലാസാംസ്കാരിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആവണങ്ങാട്ടിൽ കളരി കാരണവർ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ നിർവഹിക്കും. എൻഡോമെന്റ് വിതരണം ഉണ്ടായിരിക്കും. മണലൂർ ഗോപിനാഥ് അവതരിപ്പിക്കുന്ന ഓട്ടംതുള്ളൽ അരങ്ങേറും. ശനിയാഴ്ച ചാക്യാർകൂത്തും തുടർന്ന് ക്ലാസിക്കൽ ഡാൻസും ഉണ്ടായിരിക്കും. ജൂൺ 1 കൈകൊട്ടിക്കളിയും നൃത്താർച്ചനയും നടക്കും. ജൂൺ 2 വൈകിട്ട് ശുദ്ധിക്രിയകൾ, തിരുവാതിരക്കളി, ജൂൺ 3 വൈകിട്ട് കൈകൊട്ടിക്കളി, തിരുവാതിരക്കളി എന്നിവ അരങ്ങേറും. ജൂൺ 4 ദേശത്തെ കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കും. പ്രതിഷ്ഠാ ദിനമായ ജൂൺ 5 രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ, കളഭാഭിഷേകം, ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ്, മേളം, പ്രസാദഊട്ട് എന്നിവ നടത്തും. മേളത്തിന് പഴുവിൽ രഘുമാരാർ പ്രമാണം വഹിക്കും. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, വിശേഷാൽ പാനക നിവേദ്യം, തുടർന്ന് തായമ്പകയും ഉണ്ടായിരിക്കും. 7 ദിവസത്തെ പരിപാടി ആയിട്ട് മെയ് 30 മുതൽ ജൂൺ 5 പ്രതിഷ്ഠാദിനം വരെ 7 ദിവസത്തെ കലാപരിപാടികളോടുകൂടി ആഘോഷിക്കുകയാണ്. മെയ് 30 വൈകുന്നേരം 6:30 അവണങ്ങാട് കാരണവർ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ എന്താ പറയുക കലാസന്ധ്യ ആരംഭിക്കുകയായി. വടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. രാഗനാഥൻ വൈക്കാട്ടിൽ, RE നാസർ, CM ശിവപ്രസാദ്, അഹമ്മദ് ഉണ്ണി, CM രഘുനാഥ്, IP പ്രഭാകരൻ, സുഗന്ധിനി ഗിരീഷ്, ML സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ അതിരൂപതയുടെ 138ാം വാർഷികാഘോഷം കണ്ടശാങ്കടവ് സെയിന്റ് മേരീസ് നേറ്റിവിറ്റി ഫൊറോന ദേവാലയത്തിൽ വെച്ച് ആഘോഷിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഉച്ചയ്ക്ക് 2:30 കൃതജ്ഞതാ ബലിയർപ്പിച്ചു. ബിഷപ്പുമാരായ മാർ ബോസ്കോ പുത്തൂർ, മാർ ജോസഫ് തൈക്കാട്ടിൽ, മാർ ആന്റണി ചിറയത്ത്, മാർ ടോണി നീലങ്കാവിൽ എന്നിവർ സഹകാർമ്മികരായി. തുടർന്ന് ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ കേരള വെറ്റിനറി അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ KS അനിൽ മുഖ്യപ്രഭാഷകനായി. വിവിധ അതിരൂപതാ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. അതിരൂപതാ ദിനത്തിന്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈ നട്ടു. അതിരൂപത പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ജൂബിലിയുടെ ഉദ്ഘാടനം നടന്നു. അടുത്ത അതിരൂപതാ ദിനാഘോഷത്തിന്റെ പതാക വടക്കാഞ്ചേരി ഫൊറോനയ്ക്ക് കൈമാറി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൂബിലി മിഷൻ ആശുപത്രിയിലും MI മിഷൻ ആശുപത്രിയിലും ഡയാലിസിസിനുള്ള ധനസഹായം കൈമാറി. അതിരൂപതയിലെ 222 ഇടവകകളിൽ നിന്നുള്ള 3000-ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങനെ സഭയാകുന്ന ഭവനത്തെ പരിശുദ്ധാത്മാവിൽ പണിയപ്പെട്ട ഈ തൃശ്ശൂരിൻ്റെ പ്രാദേശിക സഭയിൽ നമ്മൾ ഇന്ന് ഒത്തുചേർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും
ദൈവാനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ, പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ റോമേ 5 പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മൾ ഈ രൂപതയുടെ പാതയിൽ മുന്നോട്ട് പോകാം. 1887 മെയ് 20 ഭാഗ്യസ്മരണാർഹനായ ലയോ 13 മാർപ്പാപ്പ 1886 നിന്നുപോയ കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ സ്ഥാനത്ത് തൃശൂർ കോട്ടയം വികാരിയാത്ത് സ്ഥാപിച്ചുകൊണ്ട് ഈ തൃശൂർ രൂപത പറത്തൂര് പള്ളിക്കുന്നത്ത് ഫാമിലി അസോസിയേഷൻ 23ാം വാർഷികം ആഘോഷിച്ചു. PT ഡൊമിനിക് നഗറിൽ നടത്തിയ ചടങ്ങ് കാൽവരി ആശ്രമം സുപ്പീരിയർ ഫാദർ ഡോക്ടർ ലോട്ടസ് മലയക്കുടി ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PK ഫ്രാൻസിസ് അധ്യക്ഷനായി. ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത്, തൃശൂർ അതിരൂപത ഫിനാൻസ് ഓഫീസർ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, സിസ്റ്റർ സിയോണ, അഡ്വക്കേറ്റ് PF ജോയ്, PO വർഗീസ്, PC സണ്ണി, PP ജോസ് എന്നിവർ സംസാരിച്ചു. പൗരോഹിത്യ ജീവിതത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്തിനെ ചടങ്ങിൽ ആദരിച്ചു. ജൂബിലിയുടെ ഭാഗമായി വിവാഹ സഹായം, ചികിത്സാ സഹായം തുടങ്ങിയ ജീവകാരുണ്യ പ്രവർത്തികൾക്കും തുടക്കം കുറിച്ചു. വിവാഹ ജൂബിലി ആഘോഷിക്കുന്നവരെയും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന അംഗങ്ങളെയും ആദരിച്ചു. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെ സ്മാർട്ട് ഹെൽപ്പ് ഡെസ്ക് തുടങ്ങി. പഞ്ചായത്തിലെ ഫ്രണ്ട് ഓഫീസ് പ്രവർത്തനം എളുപ്പത്തിലാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ലഭിച്ചിരുന്ന സേവനങ്ങളാണ് ഹെൽപ്പ് ഡെസ്ക് വഴി സാധ്യമാകുന്നത്. സർക്കാർ നിശ്ചയിക്കുന്ന ഫീസാണ് അപേക്ഷകരിൽ നിന്ന് ഈടാക്കുന്നത്. ഇതിനുവേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി 2 ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ അധ്യക്ഷയായി. CDS ചെയർപേഴ്സൺ ബീന ഷെല്ലി, വാർഡ് മെമ്പർ നൌഫൽ, ശ്രീകല, സെക്രട്ടറി AL തോമസ് എന്നിവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് JB മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ് യാത്രയ്ക്ക് പെരിങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിൽ സ്വീകരണം നൽകി. KPCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗ്രീന പ്രേമൻ അധ്യക്ഷയായി. പിണറായി സർക്കാർ ലഹരിയുടെയും അതിക്രമങ്ങളുടെയും നാടാക്കി കേരളത്തെ മാറ്റിക്കഴിഞ്ഞുവെന്ന് JB മേത്തർ കുറ്റപ്പെടുത്തി. നമ്മൾ വിരൽ ചൂണ്ടുന്നത് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെതിരെയാണ്, LDF സർക്കാരിനെതിരെയാണ്. അമ്മമാർക്ക് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, മക്കളെ ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയക്കാൻ കഴിയാത്ത സാഹചര്യം, ഒന്നല്ലെങ്കിൽ SFIയുടെ റാഗിങ്ങിന് ഇരയാകുന്ന സാഹചര്യം, അതല്ലെങ്കിൽ കേരളം മയക്കുമരുന്നിൻ്റെ കേന്ദ്രമായി മാറി സ്വന്തം അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി എന്നെ ജനിപ്പിച്ചതിനുള്ള സമ്മാനമാണെന്ന് പറയുന്ന മകൻ്റെ നാടായി കേരളം മാറുമ്പോൾ സ്വന്തം മകളുടെ കൈ പിടിച്ചുകൊണ്ട് നട്ടപ്പാതിരാത്രിക്ക് ഒരമ്മയ്ക്ക് വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹപ്രവർത്തകർ. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി, രമ്യ ഹരിദാസ്, P വിനു, MK ചന്ദ്രൻ, K ദിലീപ് കുമാർ, പുഷ്പവല്ലി, സുനിൽ ലാലൂർ, NS അയ്യൂബ്, VK പ്രദീപ്, CR രാജൻ, മിനി ജോസ് എന്നിവർ സംസാരിച്ചു. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ പെരിങ്ങോട്ടുകര ഏരിയ കമ്മിറ്റി ലാലേട്ടന്റെ പിറന്നാൾ ആഘോഷം ചൂലൂർ യോഗിനിമാത ബാലികാ സദനത്തിലെ കുട്ടികൾക്ക് പിറന്നാൾ സദ്യ നൽകി ആഘോഷിച്ചു. സെക്രട്ടറി തരുൺകുമാർ, പ്രസിഡന്റ് മുരളി, ട്രഷറർ വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാരക മയക്കുമരുന്നുമായി യുവാവ് തൃപ്പയാറിൽ പിടിയിൽ.
തൃശൂർ അതിരൂപതയുടെ 138ാം വാർഷികാഘോഷം കണ്ടശങ്കടവ് ഫൊറോന പള്ളിയിൽ ആഘോഷിച്ചു. മഴക്കാല മുന്നൊരുക്കം കയ്പമംഗലത്തെ യോഗം വിളിച്ചു ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.